എക്സ്ക്യൂസ് ഒന്നും കേൾക്കണ്ട. ഞാൻ ഇത്രയും പ്രാധാന്യത്തോടെ ഏൽപ്പിച്ചൊരു കാര്യത്തിൽ നിങ്ങളുടെയൊക്കെ നിലപാട് ഇങ്ങനെയാണെങ്കിൽ ഈ ചാനൽ ഞാൻ എങ്ങനെ നടത്തിക്കൊണ്ടു പോവും? അങ്ങനെയല്ല മേഡം, ഞങ്ങളെ കൊണ്ടാവുന്ന രീതിയിലെല്ലാം ഞങ്ങൾ ശ്രമിച്ചു. പക്ഷേ ആ ടീമിന്റെ ഇൻഫർമേഷൻ എല്ലാം വളരെ രഹസ്യമാണ്. അത് ഡിപ്പാർട്ട്മെന്റിലുള്ളവർക്ക് പോലും അറിയില്ല. എന്തായാലും അറിയാവുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടാവില്ലേ? വേണ്ട രീതിയിൽ കാണേണ്ടതുപോലെ കണ്ടാൽ നമ്മുടെ ഈ നാട്ടിൽ നടക്കാത്ത കാര്യങ്ങളും വല്ലതും ഉണ്ടോ? ആ വഴിയൊക്കെ നമ്മുടെ ടീം ശ്രമിച്ചതാണ് മേഡം, പക്ഷെ ഒരു രക്ഷയില്ല. മറ്റുള്ളവർക്കൊക്കെ വിവരങ്ങൾ കിട്ടുന്നുണ്ടല്ലോ, പിന്നെ നമുക്ക് മാത്രം എന്താ കിട്ടാത്തേ? സഞ്ജയ് സാറിന് മാത്രമാണ് എന്തെങ്കിലും വിവരം കിട്ടിയിട്ടുള്ളത്. സാറിനെ കുറിച്ച് മേഡത്തിന് അറിയാവുന്നതല്ലേ. ഏത് വിവരവും ചെകഞ്ഞെടുക്കാൻ ഇന്റലിജൻസ് ടീമിനേക്കാൾ കഴിവുണ്ട് സഞ്ജയ് സാറിന്. പിന്നെ മേഡം, ഡിപ്പാർട്ട്മെന്റിന്റെ രഹസ്യം ഒരു പരിധിയിൽ കൂടുതൽ അന്വേഷിക്കാനോ ഫോണിൽ സംസാരിക്കാനോ ഒന്നും നമുക്ക് കഴിയില്ല. അതൊക്കെ വലിയ പ്രശ്നമാവും മേഡം. നിങ്ങളെ കൊണ്ട് കഴിയാത്ത കാര്യങ്ങളെ ന്യായീകരിച്ച് രക്ഷപ്പെടാന്ന് കരുതണ്ട. എനിക്ക് റിസൾട്ട് വേണം. നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ തിരിച്ചറിയാനും റിപ്പോർട്ട് ചെയ്യാനും കഴിയുന്നില്ലെങ്കിൽ പിന്നെ ഈ പ്രൊഫഷനിൽ നിൽക്കുന്നോണ്ട് എന്തർത്ഥമുള്ളത്? മേഡം, ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഫോണിൽ സംസാരിക്കുന്നത് സേഫ് അല്ല. അതുകൊണ്ട് തന്നെ പലരും വിവരങ്ങൾ തരാൻ മടിക്കും. എപ്പോഴും എല്ലാവരോടും ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആവില്ലല്ലോ. അറിയാം മേഡം, നമുക്ക് സാറ്റലൈറ്റ് ഫോൺ ഉണ്ടെങ്കിൽ ആ പ്രശ്നം ഒഴിവാക്കാം. പലരും അതിൽ വിവരങ്ങൾ തരാൻ തയ്യാറായേക്കും. ശരി, എന്നാ പിന്നെ അത് വാങ്ങാനുള്ള അറേഞ്ച്മെന്റ് ചെയ്യാം. ശരി മേഡം. ധ്വനി ഇതുവരെ സ്കൂളിൽ പോ റെഡിയായില്ലേ? സമയത്രേ? ഒന്നുകൂടെ ട്രൈ ചെയ്യും. ഇതെന്താന്ന് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. ഈ ഫോണിൽ വരുന്ന ഗുഡ് മോർണിംഗ് മെസ്സേജ് പോലുള്ള ഫോർവേഡിംഗ് പിക്ചേഴ്സില് സന്ദേശങ്ങള് കോഡുകളായി ടെററിസ്റ്റുകൾ കൈമാറിയിരുന്നു. ഇത് അതുപോലെ എന്തോ ആണെന്ന് തോന്നുന്നു. പക്ഷേ അത്തരം മെസ്സേജ് ആണെങ്കിലേ അത് ഡീകോഡ് ചെയ്യാൻ ഒരു കീ ഉണ്ടാവില്ലേ? ഉണ്ടാവും. അതറിയാമെങ്കിലേ ഡീകോഡ് ചെയ്യാൻ. നീ വെറുതെ മുത്തശ്ശിമാരെ പോലെ എന്നെ ഉപദേശിക്കാതെ അഞ്ജു. ജീവിതത്തെക്കുറിച്ച് എനിക്കും അത്യാവശ്യം കാര്യങ്ങളൊക്കെ അറിയാം. ഞാൻ ഒന്നിന്റെ പേരിലും പൃഥ്വിയോട് വഴക്കുണ്ടാക്കാൻ പോവില്ല. ആ അതൊക്കെ ഇപ്പൊ പറയും. കല്യാണം കഴിയുമ്പോ കാണാം നിന്റെ ഉള്ളില് പൊസസീവ് പിശാശും സംശയം വെറുതെയൊക്കെ തലമുക്കി വരുന്നത്. സ്നേഹമുള്ളടത്ത് കുറച്ച് പോസിറ്റീവ്നെസ് ഒക്കെ ഉണ്ടാവും. പക്ഷെ അതും പറഞ്ഞ് ഞാൻ വഴക്കൊന്നും ഇടില്ല. ഒരിക്കലും പൃഥ്വിയെ ഞാൻ സംശയിക്കേയില്ല. അങ്ങനെയായ നിനക്ക് കൊള്ളാം. ഇതുപോലൊരു ബന്ധം നമുക്കിനി ഒരിക്കലും കിട്ടാൻ സാധ്യതയില്ല. പക്ഷേ പൃഥ്വിക്ക് അങ്ങനെയല്ല. അയാൾക്ക് ഇതിലും നല്ല 100 ബന്ധങ്ങൾ കിട്ടും. അയാളുടെ ഫ്രണ്ട് സർക്കിളില് നല്ല പെൺകുട്ടികളുണ്ടെന്നൊക്കെ നീ തന്നെയല്ലേ പബ്ബിൽ നിന്ന് വന്നപ്പോ പറഞ്ഞത്? അതൊക്കെ കൊണ്ടാ ഞാൻ പറഞ്ഞത്. പിന്നെ നിന്റെ സ്വഭാവം എനിക്കറിയാലോ. വഴക്കൊന്നും ഉണ്ടാക്കാതെ നോക്കിയും കണ്ടും ജീവിച്ച ഈ ജന്മം സുഖമായി കഴിയാം. ഒരുപാട് കാശുള്ള വീട്ടിൽ ജനിച്ചു വളർന്നതിന്റെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ അയാളെ സ്വഭാവത്തിലുണ്ടാവും. അതൊക്കെ സ്നേഹത്തോടെ മാറ്റിയെടുത്ത് അയാളെ കൈവെള്ളയിൽ എടുക്കണം. അതൊക്കെ നിന്റെ എടുക്കാം. നീയൊന്ന് പോയേ. 10 കല്യാണം കഴിച്ച എക്സ്പീരിയൻസ് ഉള്ള പോലെ അവളുടെ സംസാരം. ഞാനത്ര പൊട്ടിയൊന്നുമല്ല. എനിക്കറിയാം എന്താ ചെയ്യണ്ടേന്ന്. നീ നോക്കിക്കോ, പൃഥ്വിയെ ഞാൻ എങ്ങനെ എന്റെ കൈക്കുള്ളിലാക്കുമെന്ന് കാണിച്ചു തരാം. അത് മതി. വലിയ പൊസിഷനിലൊക്കെ ആയി കഴിയുമ്പോ പാവങ്ങളെ മറക്കാതിരുന്നാ മതി. ഒന്ന് കൂടി. ഡേയ്, കാര്യമൊക്കെ ശരിയാണ്. അയാളെ ബാങ്കിൽ അടയ്ക്കാൻ വെച്ചിരുന്ന പൈസയാണ്. അയാളത് അവിടെ കിടന്ന് നെഞ്ചത്തടിച്ച് കരയാണ്. മര്യാദയ്ക്ക് ആ പേഴ്സ് കൊണ്ടുകൊടുക്കും. നിങ്ങളെന്തായി പറയുന്നേ? എടാ മോനെ, എന്റെ അടുത്ത് കളിക്കാൻ നിൽക്കരുതേ. എടാ, നീ ഒരു പോക്കറ്റ് അടിക്കാരനാണെന്നും നിന്റെ കൂട്ടുകാരുണ്ടല്ല അവൻ അവിടെ നിന്ന് കരയുന്നില്ല അങ്ങനെ പോക്കറ്റ് അടിച്ചതും ആ പേഴ്സ് നിന്റെ തന്നു എന്നുള്ളതും ആ പേഴ്സ് ഇപ്പൊ നിന്റെ ഉണ്ടെന്നുള്ളതും എനിക്കറിയാം. എടാ, മര്യാദയ്ക്ക് നീ ആ പേഴ്സ് തരണം. അത് ആൾക്കാരെ പോലീസിനെ കൂട്ടി ഇടിച്ച് നിന്നെ ചമ്മന്തി പരുവാക്കണോ? ഞാൻ പേഴ്സൊന്നും എടുത്തിട്ടില്ല. ഓ, എന്റെ കയ്യിലൊരു പേഴ്സും ഇല്ല. ഓഹോ, അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. ഓക്കെ, എനിക്കൊരു തെറ്റ് പറ്റിയതാണ്, ക്ഷമിച്ചേരെ. സാരമില്ല, മനുഷ്യരാകുമ്പോഴേ തെറ്റ് ആർക്കും പറ്റും. പോയ അല്ല ബായ്. ബായുടെ പേരെന്താണ്?
സുമേഷ്. സുമേഷ്, നല്ല പേര്. കൊടുകൈ കൊടുബായി കൈ കൈ കൊടുബായി. എടാ കള്ള സുമേഷേ, നിന്റെ അടുത്ത് മര്യാദക്ക് ചോദിച്ചാ നീ പേഴ്സ് തരില്ല അല്ലേ? ഇതൊക്കെ എന്തോന്നടാ ഇത്? പേഴ്സ് കൊണ്ട് വേലയായിട്ട് വെച്ചിക്കണ? ചേട്ടാ ഒന്ന് ചേട്ടാ ഒന്നും ചെയ്യില്ല ചേട്ടാ, ഒരബദ്ധം പറ്റി പോയതാ. സത്യമായിട്ടും ആരും അറിയിക്കില്ലേ? ഏയ്, ഇതിൽ അവിടെ നിന്ന് കരയുന്നില്ലേ? അവന്റെ പേഴ്സ് ഏതറാ? ഇത് നീ കൊള്ളാലാടാ. ഇതാണ് സർ. ഇതാ ഇത് തന്നെ ഇതെന്നാടാ? ഉറപ്പാണോ? ഇത് തന്നെയാ. അതെ ഇത് തന്നെയാ. ഇതിൽ മാത്രമേ കാശ് കുറച്ചെങ്കിലും ഉള്ളൂ, മറ്റുള്ള എല്ലാം കാർഡുകളാ. ഇപ്പൊ പോക്കറ്റ് അടിച്ചാലും വലുതായിട്ടത് കിട്ടാറില്ല. എടാ അത് അറിയാലടാ, പിന്നെ എന്തിനാടാ ഈ പണിക്ക് ഇറങ്ങുന്നത്? വല്ല കൂലിപ്പണിക്കും പറ്റൂടാ.